എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ 2 ഭാഗം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ട ചില ക്വാണ്ടിറ്റീസ്, അളവുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ രണ്ടെണ്ണം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഏറ്റവും എളുപ്പമുള്ളതാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റില് ഏറ്റവും അവസാനം ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് സ്കാലർ ആണ്, വെക്ടർ ആണ്. പിന്നെ വേണമെന്ന് വെച്ചാൽ ഒരു പോയിന്റ് കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. സ്കാലർ വെക്ടർ എന്നുള്ള മാറ്റമാണ് നമുക്ക് ആഡ് ചെയ്യാവുന്നത്. എന്താ സ്കാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അതിന് പരിമാണം, അതായത് ഡിസ്റ്റൻസ്, സഞ്ചരിച്ച ദൂരത്തിന് പരിമാണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ടാവും? പരിമാണവും ദിശയും ഉണ്ടാവും. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ വേണമെച്ചാൽ, രണ്ട് പോയിന്റ് ഇതിൽ വേണമെച്ചാൽ ആഡ് ചെയ്യാം. ഇത് ടെക്സ്റ്റിന്റെ പിന്നിൽ ഏറ്റവും അവസാനം ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ അപ്പോൾ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസ് പരിചയപ്പെട്ടു കഴിഞ്ഞു, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. അതിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണെന്നും സ്പീഡ് സ്കാലർ ആണെന്നും ഓർക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്, സ്പീഡും വെലോസിറ്റിയുമാണ്. നമുക്ക് അതിനു മുമ്പായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് വരാം. നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റിന്റെ തുടക്കത്തിൽ ഒരാളുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി തന്നിരുന്നു. വീട്ടിൽ നിന്നും അയാൾ ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക്. ആദ്യത്തെ യാത്ര ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കൂടി, രണ്ടാമത്തെ യാത്ര റേഷൻ ഷോപ്പിന്റെ മുമ്പിൽ കൂടി ആണ്. അതിൽ നമ്മൾ ഡിസ്റ്റൻസ് ട്രാവലും ഡിസ്പ്ലേസ്മെന്റും വിശദമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതേ ആക്ടിവിറ്റിനെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടെക്സ്റ്റിൽ തുടക്കത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്കിനി സ്പീഡും വെലോസിറ്റിയാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ടെക്സ്റ്റില് പേജ് നമ്പർ 79 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ദ ഓഫീസ് ആൻഡ് ബാക്ക് ഹോം വാസ് 600 സെക്കൻഡ്. ഇയാളുടെ യാത്രയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും 600 സെക്കൻഡ് ആണ്, തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനും 600 സെക്കൻഡ് ആണ് എന്ന് പേജ് 79 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് അവിടെ അടിസ്ഥാനം, അത് ഓർക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്, തന്നെ ചെയ്യാൻ പറ്റും, തന്നെ ചെയ്യാൻ പറ്റണം. അതിനാൽ നമ്മൾ ചെയ്യുക. അപ്പോ ദ ടൈം ടേക്കൺ ടു ട്രാവൽ ടു ദ ഓഫീസ് ആൻഡ് ബാക്ക് ഹോം വാസ് 600 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓൺ റീച്ചിങ് ദ ഓഫീസ്, നമ്മൾ ആദ്യത്തെ ജേർണി കൺസിഡർ ചെയ്യാണ്. അയാൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്ന സമയത്ത്, ആ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എത്രയാണ്? 900 മീറ്റർ ആണ്. ഇനി അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷൻ ഇതും ഫൈനൽ പൊസിഷൻ ഇതുമാണ്. ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള അകലമാണ്. അത് എത്രയാണ്? 480 മീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്തത് ആയിട്ട് അറിയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ്, അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവലിന്റെ 900 മീറ്റർ ആണ്, 900 മീറ്റർ ആണ്. ആ 900 മീറ്റർ യാത്ര ചെയ്യാൻ അയാളെടുത്ത സമയം 600 സെക്കൻഡ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. 600 സെക്കൻഡ് ആണ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ 600 സെക്കൻഡില് 900 മീറ്റർ അയാൾ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയാ? 900 ഡിവൈഡഡ് ബൈ 600. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ പെർ സെക്കൻഡ് 900 ബൈ 600 സെക്കൻഡ് ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എത്രയാണെന്നുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അത് എത്രയാ? 480 മീറ്റർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് 480 ഡിവൈഡഡ് ബൈ 600. അപ്പൊ ഇവിടെ ചിലർക്ക് ഒരു സംശയം തോന്നാം, ഈ ഡിസ്പ്ലേസ്മെന്റിന് എടുക്കുന്ന ടൈമും 600 ആണോ? ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവലിന് എടുത്ത ടൈം അല്ലേ 600 സെക്കൻഡ്? അതേ സമയം തന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിനും എടുക്കാമോ എന്നൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അതേ സമയം തന്നെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പോ ഇവിടെ ആക്ച്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ശരിക്കും എത്ര ദൂരമാണ് സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണോ അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് കാണാനും നമ്മൾ എടുക്കേണ്ട സമയം. അത് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പേജ് 80 80ാമത്തെ പേജിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ ബോക്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. 600 സെക്കൻഡിനെയാണ് ഇവിടെയും നമ്മൾ എടുക്കേണ്ടത്. അപ്പോ 900 ഡിവൈഡഡ് ബൈ 480 ഡിവൈഡഡ് ബൈ 600 അതാണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ്. അപ്പോ ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു 2 ക്വാണ്ടിറ്റീസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം സ്പീഡ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് സ്പീഡ്. പ്രത്യേകിച്ചും വാഹനങ്ങളിലേക്ക് സ്പീഡ് ആൺകുട്ടികൾ വളരെ കൗതുകപൂർവ്വം ശ്രദ്ധിക്കുന്നതാണ്. അവിടെ 40-ലാണ് 60-ലാണ് 100-ലാണ് പോകുന്നത് എന്നൊക്കെ പറയും. നിങ്ങളിത് മാത്സിലും പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ മാത്സിൽ ഈ ചാപ്റ്റർ വരുന്നുണ്ട്. സ്പീഡ് കാൽക്കുലേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങൾ മാത്തമാറ്റിക്സിലുണ്ട്. അവിടെ 40-ലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അവിടെ സ്പീഡിന്റെ യൂണിറ്റ് 40 km/h ആണ്. ആ പോകുന്ന വേഗതയിൽ കാറ് തുടർച്ചയായി 1 മണിക്കൂർ സഞ്ചരിക്കുകയാണെങ്കിൽ അത് 40 കിലോമീറ്റർ സഞ്ചരിക്കുന്ന അർത്ഥം. 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ. 60 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പോകുന്ന വേഗതയിൽ തുടർച്ചയായി 1 മണിക്കൂർ കാറ് സഞ്ചരിക്കുകയാണെങ്കിൽ 60 കിലോമീറ്റർ കാറിന് സഞ്ചരിക്കാൻ പറ്റും എന്നാണ് അർത്ഥം. അപ്പൊ സ്പീഡ് നമുക്ക് അത്രയും പരിചയമുള്ള പദമാണ്. എന്താ അതിന്റെ ഡെഫിനിഷൻ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് ഓർ ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1 സെക്കൻഡിൽ എന്നാണ്. അപ്പോ സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ് സ്പീഡ് അല്ലെങ്കിൽ വേഗത. മലയാളം മീഡിയത്തിൽ എന്താ പറയാ? വേഗത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കണ്ടത് 900 ഡിവൈഡഡ് ബൈ 600 എന്നുള്ളത് ആ യാത്ര ചെയ്ത വ്യക്തിയുടെ സ്പീഡാണ്. അപ്പോ അല്ലെങ്കിൽ വേഗതയാണ്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ് സ്പീഡ് അല്ലെങ്കിൽ വേഗത. സഞ്ചരിച്ച ദൂരം സ്കാലർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരവും സ്കാലർ ആയിരിക്കും. അതായത് സ്പീഡ് ഏത് ക്വാണ്ടിറ്റിയാണ്? സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഇനി എങ്ങനെയാണ് അതിനെ നമ്മൾ മെഷർ ചെയ്യുക? എങ്ങനെയാ നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഇക്വേഷൻ അറിയണം. ഇനി എന്താണ് അതിന്റെ യൂണിറ്റ്? നമുക്ക് യൂണിറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചതാണ് എങ്ങനെയാ യൂണിറ്റ് ഡിറൈവ് ചെയ്യുക. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്വാഭാവികമായിട്ട് ഇപ്പോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ ഡിസ്റ്റൻസ് മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഡിവൈഡഡ് ബൈ സെക്കൻഡിനെ നമ്മൾ എന്താ വിളിക്കുക? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യണം. ആ സ്പീഡിനെ സംബന്ധിച്ച് സ്കാലർ ആണെന്നറിയണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് അറിയണം. പിന്നെയോ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും അറിയണം. ഇനി വാട്ട് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്? എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി. വാട്ട് അബൌട്ട് ദ വെലോസിറ്റി? വെലോസിറ്റി എന്താ? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം. സ്പീഡ് വേഗത, വെലോസിറ്റി പ്രവേഗം. യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ എന്താ അർത്ഥം? യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് 480 ഡിവൈഡ് ബൈ 600. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം. അതിവിടെ 480 ഡിവൈഡഡ് ബൈ 600 ആണ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സ്വാഭാവികമായിട്ടും 1 സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. അതിന് ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, പരിമാണം ഉണ്ടായിരിക്കും, ദിശയും ഉണ്ടായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് അറിയണം. ഇനി വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പ്രവേഗത്തിന്റെ യൂണിറ്റ് നമുക്ക് ഇക്വേഷനിൽ നിന്ന് ഉണ്ടാക്കാം. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ,
സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്, മീറ്റർ ബൈ സെക്കൻഡ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റും എന്താ, മീറ്റർ പെർ സെക്കൻഡ്. അതും അറിഞ്ഞിരിക്കണം. അപ്പൊ സ്പീഡ്, വെലോസിറ്റി, വെലോസിറ്റിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തതായിട്ട് ഇനി നമുക്കുള്ളത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും ആണ്. യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. അപ്പൊ അവിടെ ടെക്സ്റ്റില് പേജ് നമ്പർ 81-ലായിരിക്കും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് വേറെ പ്രോബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്. 80-ല് പേജ് നമ്പർ 80-ല് 80-ാമത്തെ പേജില് ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ചെയ്ത് നോക്കണം. ഒരു ചിത്രം കൊടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ആൻസർ പറയാം. അപ്പോൾ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡിലേക്ക് വരാം. അതില് ഒരു കാറിന്റെ മോഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡാറ്റ 0 സെക്കൻഡിൽ 0 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ 0 സെക്കൻഡിൽ കാറാണ് നടക്കുന്നത്. അതിന് 2 സെക്കൻഡ് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മെഷർമെന്റ് എടുക്കാൻ തുടങ്ങി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 20 മീറ്റർ, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 40 മീറ്റർ, അതായത് ഇവിടെ നിന്നും 40 മീറ്റർ, ഇവിടെ നിന്നും 60 മീറ്റർ, ഇവിടെ നിന്നും 80 മീറ്റർ, 10ാമത്തെ സെക്കൻഡിൽ 100 മീറ്റർ. ഇനീഷ്യൽ പോയിന്റിൽ നിന്നും 100 മീറ്റർ കാറ് പൊസിഷൻ മാറി സഞ്ചരിച്ചു, 100 മീറ്റർ സഞ്ചരിച്ചു. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. 2 സെക്കൻഡ്. ഇത് ഇവിടെ മുതൽ ഇവിടെ 4 സെക്കൻഡ് ആണ്. അതായത് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. ഇത്രയും 2 ഭാഗം 2 സെക്കൻഡ് ആണ്. ഇത്രയും ഭാഗം 2 സെക്കൻഡ് ആണ്. ഇത്രയും ഭാഗം 2 സെക്കൻഡ് ആണ്. ഓരോ 2 സെക്കൻഡിലും കാറ് സഞ്ചരിക്കുന്നത് 20 മീറ്റർ വീതമാണെന്ന് അറിയാം. ഓരോ 2 സെക്കൻഡിലും കാറ് സഞ്ചരിക്കുന്നത് 20 മീറ്റർ വീതമാണ്. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. തുല്യ സമയ ഇടവേളകളിൽ അത് സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ്. അത്തരത്തിലുള്ള ചലനം, അത്തരത്തിലുള്ള മോഷൻ ആണ് എന്ത്? യൂണിഫോം മോഷൻ. ഈക്വൽ ഇന്റർവെൽസിൽ 2 സെക്കൻഡ് ആണ് ഇവിടെ കൊടുത്തേക്കണേ, അത് തുല്യ ദൂരം സഞ്ചരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും 1 സെക്കൻഡ് ആക്കിയാലും എന്താ ഉണ്ടാവുക? തുല്യ ദൂരമായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക. ഇനി അടുത്ത കാറിന്, മറ്റൊരു കാറിന്റെ ചലനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയത്? ആദ്യത്തെ 2 സെക്കൻഡില് 5 മീറ്റർ ആണ്. പിന്നത്തെ 2 കഴിഞ്ഞ 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പിന്നത്തെ 2 സെക്കൻഡിൽ കാർ എത്ര മീറ്റർ സഞ്ചരിച്ചു? 20 മീറ്റർ. 20 എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ നിന്നും ആദ്യം 5 ആയിരുന്നു, 2ാമത്തെ സെക്കൻഡിൽ 5 ആയിരുന്നു, 4 സെക്കൻഡ് കഴിയുമ്പോൾ 20 മീറ്റർ അകലെ. അപ്പോൾ ആ 2 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം 15 മീറ്റർ ആണ്. പിന്നത്തെ 2 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം 6 മീറ്റർ ആണ്. പിന്നത്തെ 2 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം 18 മീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ 2 സെക്കൻഡിലും കാറ് സഞ്ചരിക്കുന്ന ദൂരം വ്യത്യസ്തമാണ്. ഇതെന്ത് മോഷൻ ആയിരിക്കും? നോൺ യൂണിഫോം മോഷൻ ആണ്. എന്താ? ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അത് തുല്യ സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള ചലനമാണ് എന്ത്? യൂണിഫോം, നോൺ യൂണിഫോം മോഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഈ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും തിരിച്ചറിയാൻ സാധിക്കണം. പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ചിത്രോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റയോ തന്നിട്ട് നിങ്ങളോട് നോൺ യൂണിഫോം ആണോ യൂണിഫോം ആണോ എന്ന് ചോദിക്കും. അതുമാതിരി ഇക്വേഷൻ പ്രോബ്ലം ചെയ്യേണ്ടി വരും. പിന്നെ യൂണിറ്റ് ശ്രദ്ധിക്കണം. പിന്നെ അതുമാതിരി തന്നെ സ്കാലർ ആണോ വെക്ടർ ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ.